എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ്. എന്താണ് ഈ ബിസിനസ് ഐഡിയ എന്നല്ലേ? ഒരുപാട് ആൾക്കാർ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ട്, ലേഡീസായിട്ട്. അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ളൊരു ബിസിനസ്സാണ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോരോ സ്കില്ലുണ്ടാവും അവർക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് അവർക്ക് പോകാൻ പറ്റില്ല, കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ജോലിക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അരി വറുത്ത് പൊടിക്കുന്നത് പലർക്കും മടിയുള്ളൊരു കാര്യമാണല്ലേ. മടി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെള്ളമില്ലാതെ കൃത്യമായി വറുത്ത് പാക്ക് ചെയ്ത പൊടികൾക്ക് എന്നും മാർക്കറ്റ് ഉണ്ട്. ആ തരത്തിലുള്ള ഐറ്റംസ് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ സാധാരണ പുട്ടുപൊടി അല്ലാതെ തന്നെ ഇടിയപ്പപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ റാഗിയുടെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ റാഗി സേമിയ, ഇതിൻ്റെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വാങ്ങും. നമ്മളൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നാടൻ സാമ്പാർ കൂട്ട്, അതുപോലെ നാടനായിട്ട് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് പോയിട്ട് ഫസ്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. മുതൽ മുടക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000 രൂപ വരെയാണ്. അരി വറുത്തിട്ട് നമുക്ക് മില്ലിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണ്ടത് FSSAI രജിസ്ട്രേഷൻ മാത്രമാണ് വേണ്ടത്. അപ്പോൾ കടകളിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിലൊക്കെ കറക്റ്റ് ലേബലിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നമുക്ക് ബൂസ്റ്റ് ആഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം, ഫുഡ് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അറിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ A to Z ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തൊട്ടിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും ഇതിന് വേണ്ടുന്ന ലൈസൻസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് പിന്നീടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വാട്സപ്പ് സപ്പോർട്ട് തരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. ഒപ്പം തന്നെ ലൈസൻസ് എടുത്ത് തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർ ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് എന്ത് തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ്സും നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, ഏത് ഫുഡായാലും കുഴപ്പമില്ല. അപ്പോൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി താഴെ ഞാനൊരു നമ്പർ തന്നിട്ടുണ്ട്, അതിലോട്ട് വാട്സപ്പ് ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫുഡ് ബിസിനസ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതിനുശേഷം എല്ലാം കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.